കുരിശുപള്ളി മാതാവേ, ഇവളോ? എവിടേക്കോ കുറെ കൊറിയൻ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിരുന്ന സമയത്താണ് ഞാൻ മീറ്റ് മീരി ചേച്ചി ഈ സെയിം റീൽ ചെയ്ത് കണ്ടത്. അപ്പൊ എനിക്ക് ഒരാഗ്രഹം, എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അവളുടെ വിചാരം ഞാനൊരു ബോറനാണെന്നാ. ആയിക്കോട്ടെ, ഒരു മോളെ പോലെ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അവൾ ഒരിക്കലും അറിയണ്ട. എന്നെയൊക്കെ ഒറ്റ കയ്യിൽ എടുക്കാന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യം നെഹിഹേ. കാരണം അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? എനിക്കറിയില്ല ഇവൻ ആരാന്ന്. ഞാനൊരു 70-72 കിലോ ഉണ്ട് കേട്ടോ. ഇവൻ അത്യാവശ്യം ആരോഗ്യമുള്ളത് കൊണ്ട് ഇവൻ പുഷ്പം പോലെ അത് ചെയ്യും. എന്താ നിന്റെ ഉദ്ദേശം? അരി വെക്കാമെന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാൻ. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയത് പോഞ്ഞിക്കരയിലോട്ടാണ് കേട്ടോ. നല്ല അടിപൊളി സീ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് ദിവസമായിട്ട് ഞാൻ കുക്ക് ചെയ്ത ഫുഡ് മാത്രം കഴിച്ചു മറന്നവകം മരവിച്ചെടുക്കുകയാണ്. ഇതാകുമ്പോ കാക്കയുടെ വിശപ്പ് മാറും, പശുവിന്റെ കടിയും മാറും. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമവും. ഇവിടെ രാത്രി ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുണ്ടാക്കിച്ചു. ഞാൻ ജീവിതത്തിൽ പ്രവർത്തിച്ച ടേസ്റ്റ് കഴിച്ചിട്ടില്ല. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. നിങ്ങൾ തമ്മിൽ ലവ് ആണോ? I feel something fishy. സത്യമായിട്ടോ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല. പിന്നെ കഷ്ടപ്പെട്ട് എന്നെ അത്രയും വട്ടം പൊക്കെയൊക്കെ ചെയ്തതല്ലേ പാവം ചെറുക്കൻ. കണ്ടില്ലേ പെണ്ണിന്റെ നിറം മാറുന്ന മാറ്റം കണ്ടില്ലേ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ശൃംഗാരം. അല്ല സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം ചൊൽവത് റെയിൽവേ പോർട്ടർ രംഗൻ.